ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ബോയപ്പതി ശ്രീനെ സംവിധാനം ചെയ്ത് നന്ദമൂരി ബാലകൃഷ്ണ NBK ബാലയ്യ അഭിനയിക്കുന്ന അഖാണ്ട 2 താണ്ഡവം ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമനാണ്. തമൻ ഇതിലും നല്ല മ്യൂസിക് ഇടുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. അപ്പൊ ട്രെയിലർ റിയാക്ട് ചെയ്യാം. కష్టం వచ్చిన దేవుడు రాడు అని నమ్మించాలి. అలా భారతదేశం తునాతునకలైపోతుంది. దేశం మొత్తం 40 రోజులు జరుపుకునే సంబరం కుంభమేళ പടം കത്താൻ ചാൻസ് ഉണ്ട്. ഇതിനുണ്ടോ ഇത് അഖാണ്ട ഉണ്ട്. അഖാണ്ട നല്ല ഹിറ്റ് ആയിരുന്നു, നല്ല റിവ്യൂസും വന്നായിരുന്നു. നല്ല മാസ്, നല്ല പഴയതിൽ നിന്ന് താണ്ടി നല്ല പോലെ അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് തമന്റെ മ്യൂസിക് ഒക്കെ സൂപ്പർ ആണെന്ന്. ഇതിപ്പോ അഖാണ്ട 2 ആണ്. എങ്ങനെ നോക്കിയാൽ അങ്ങനെ ആ വയസ്സ് കാണിക്കുന്നുണ്ട്. തമനസ് ఈ ప్రపంచంలో ఏ దేశం వెళ్ళినా మీకు అక్కడ ఒక మతం. ఈ దేశంలో ఎటు చూసినా మీకు కనిపించేది ఒక ధర్మం, సనాతన హైందవ ధర్మం. హనుమాన్ దేశం జోలికి వస్తే మీరు പക്ഷെ നമ്മൾ പലപ്പോഴും ബാലയ്യയെ ട്രോളുമ്പോൾ ബാലയ്യ ഇത് എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളി ചെയ്യുന്നതൊക്കെ കുറച്ച് ഓവറുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ ഒരു പ്യുവർ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ കണ്ടില്ല, ശൂലം വെച്ച് ഇങ്ങനെ കറക്കുക, പിന്നെ ഇതിന് മുമ്പ് മറ്റേ ഹെലികോപ്റ്റർ പോലെ ഈ ശൂലത്തിന്റെ ഇത് വെച്ച് ഹെലികോപ്റ്റർ പോലെ ഇങ്ങനെ വരിക, അതൊരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് നോക്കുവാണെങ്കിൽ അതൊക്കെ ഒരു പ്യുവർ എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് സൈഡായിട്ട് തിരിഞ്ഞും പിരിഞ്ഞൊക്കെ നോക്കിയാൽ നമുക്ക് ചിരിയും കാര്യങ്ങളൊക്കെ വരും. దైవం జోలికి వస్తే మేము ఖండిస్తాం. మీ భాషలో చెప్పాలంటే సర్జికల్ స్ట్రైక్. എന്തോന്ന് പട്ടാളക്കാരന്മാര് How dare you disturb my course order? താണ്ഡവം ബോയപ്പതി ശ്രീനി. ఇప్పటి వరకు ప్రపంచ పటంలో ఉన్న దేశ రూపాన్ని మాత్రమే చూసుంటావు. ఎప్పుడు మా దేశ విశ్వరూపాన్ని చూసుంటావు. ഗൈസ്, വില്ലനെയൊക്കെ ഇത് കണ്ടില്ലേ? നമ്മളെ എന്താ പറയാ, ബ്ലാക്ക് മാജിക്, കുതന്ത്ര അങ്ങനെയൊക്കെ പറയുന്നത് വില്ലന്മാരെന്തൊക്കെ എടുത്ത് പറത്തി വിടുന്നു. ഇത് ഒറ്റയ്ക്ക് നിന്ന് എത്രയോ ആർമി ഓഫീസേഴ്സിലൊക്കെ ഇടിക്കുന്നു, ചവിട്ടി പൊരിക്കണ്. അതും സർജിക്കൽ സ്ട്രൈക്ക്, അവന്മാരുടെ ഗണ്ണ് വെച്ച് ഇവരെല്ലാരെയും വെടിവെച്ച് കൊല്ലുന്നു. ഇത് മുമ്പ് ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോ ഇതായിരുന്നു ഒരു ട്രോളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഹെലികോപ്റ്റർ പോലെ പിന്നെ ഗ്രൈൻഡറിന്റെ എല്ലാം ഇങ്ങനെ എല്ലാരെയും വില്ലന്മാരെ ഇങ്ങനെ അറുത്തറുത്ത് പോണ സീനൊക്കെ. ഇതെന്തോന്നാ കാണിച്ചു വെച്ചേക്കുന്നത്? അത് ശരി, എത്ര 5 പേരാ? 8 ഡിസംബർ 2025 റിലീസ്. പക്ഷെ മാക്സിമം എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒറ്റ കയ്യിൽ 6 പേര്, സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് മൊത്തം ആർമിക്കാരന്മാരിക്കുമ്പോൾ ഒറ്റ ആളായിട്ട് ഇന്ന് ഇടിയിക്കുക. പലതരം ഹോബികളാണ് ബാലയ്യക്കുള്ളത്. പക്ഷെ എല്ലാം അവിടെ അത്രമാത്രം എന്താ പറയാ സ്വാധീനിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എല്ലാവരും അത് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യമുള്ള ഒരു കാര്യം. ഇതില് എനിക്ക് തുടക്കത്തിൽ പുള്ളി ആ താടിയും വെച്ച് ആ വേഷങ്ങളൊക്കെ പിന്നെ ഓക്കെയാണ്, കാണുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നുന്നു.
പക്ഷെ തുടക്കത്തിൽ ഒരു ഡൈ ഒക്കെ അടിച്ചിട്ട് അമ്മയുടെ അടുത്തൊക്കെ ഇരിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അത് അമ്മയെ ആ ഒരു സീനൊക്കെ വരുമ്പോൾ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ബാക്കിയൊക്കെ പിന്നെ ആ താടി വെച്ച റോളൊക്കെ വരുമ്പോൾ ആ സ്വാമി അതുപോലത്തെ റോളൊക്കെ വരുമ്പോൾ പിന്നെയും കാണാനൊക്കെ ഓക്കെയാണ്. മറ്റേത് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ട്രെയിലർ ആ ലാസ്റ്റ് തൊട്ട് തുടക്കം തൊട്ട് കുറച്ച് തള്ളി മറിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അടിയും ഇടിയും പൊടിയും ഒക്കെയാണ്, പറത്തലുമൊക്കെയാണ്. ഇതിലും മൊത്തം വൺ മാൻ ഷോ ആയിരിക്കും. പിന്നെ എന്തൊക്കെ ട്രോൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തുമാത്രമുള്ള മാസുകൾ ചെയ്യാൻ പോകുന്നു. ഇനിയിപ്പോൾ 5 പേരെ വിഴുങ്ങുവോ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അകത്തോട്ട് കൈ ഇട്ടിട്ട് പുറത്ത് കൈ വരുമോ എന്നൊക്കെ അറിഞ്ഞുകൂടാ. പിന്നെ വില്ലനും ഹീറോയും തമ്മിലുള്ള നല്ല ഒരു ഇത് കാണും, മാറി മാറി ശക്തി കാണിക്കുന്നത്, ഇടിച്ചും പിടിച്ചും. അങ്ങനെ ഒരു മറ്റേ വേതാളത്തിലെ വില്ലനാണ്, ആ വില്ലൻ വേറൊരു വില്ലനെ കൊണ്ടുവരും. അതാണ് മറ്റേ ആരാ പറയുക, നിധി അഗർവാൾ അല്ലല്ലോ, പേരെനിക്ക് പറഞ്ഞു, ആ ഭർത്താവാണ് ആ പുള്ളിക്കാരൻ, തമിഴ് സിനിമയിലൊക്കെ ഉണ്ട്. നീ കവിതകൾ ആദ്യം അവൻ നടനാണ് വില്ലനും കൂടെ ഒരു വില്ലനായിട്ട് വരുന്നത്. മിക്കവാറും മെയിൻ വില്ലനും അത് തന്നെ ആയിരിക്കും. ട്രെയിലർ ആവറേജ് ആണ് ഗൈസ്, മൊത്തം ഇടിയും പിടിയും പുകയുമാണ്. തമന്റെ മ്യൂസിക് വലിയ കുമ്മായിട്ടൊന്നും തോന്നില്ല, പക്ഷെ തിയേറ്ററിൽ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ സൂപ്പർ ആയിരിക്കും. കാണാം.